പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ചെറിയ പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദിവ്യ വചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. അന്യരായ വൈദിക സഹോദരരെ, സുവിശേഷ പ്രവർത്തകരെ, പലപ്പോഴും നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് അനുസ്മരിക്കുക മാത്രം. ഇത് ഒരു സുവിശേഷ പ്രസംഗമല്ല. സുവിശേഷ പ്രസംഗകർക്ക് ഒരുങ്ങുവാനുള്ള ഒരു ആശയ രൂപീകരണം അതിന് സഹായിക്കുകയാണ്. നമ്മുടെ ഇതിനുപയോഗിക്കുന്നതായ ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ തികച്ചും ബൈബിളിലെ പെരിക്കോപ്പ് അല്ലെങ്കിൽ നമ്മുടെ വേദഭാഗത്തെ മാത്രം അടിസ്ഥാനമാക്കി ഒരു എക്സജേസിസ് കഴിവതും നടത്തുക എന്നുള്ളതാണ്. അതിൽ മോറലൈസേഷൻ കഴിവതും ഒഴിവാക്കണം. ആ വേദഭാഗത്ത് ഒരു മോറൽ ലെസൺ ഉണ്ടെങ്കിൽ അത് പറയാം. എന്നാൽ ആവശ്യമില്ലാത്ത പുറത്തുനിന്നുള്ളതെല്ലാം കുത്തിനിറയ്ക്കുന്നത് നമ്മുടെ രീതിയല്ല. ഇന്നത്തെ ഞായറാഴ്ച മാർ യൗസേപ്പിനുള്ള ദർശനമാണ്. നാം പറഞ്ഞു തുടങ്ങുന്നത് എക്സജേസിസിൻ്റെ വേദപുസ്തക വ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ, ഇൻറ്റൻഷൻ ഓഫ് ദ ഓതർ, ഗ്രന്ഥകർത്താവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക. ഇവിടെ മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞു, അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അത് ചരിത്രം മുഴുവൻ, മുമ്പോട്ടുള്ള രക്ഷാചരിത്രം മൊത്തം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്താവനയാണ്. മത്തായി സുവിശേഷകന്റെ ഒരു പ്രത്യേകത, യേശുക്രിസ്തു പ്രവാചകന്മാർ, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ മുൻകൂട്ടി നമ്മളെ അറിയിച്ച മിശിഹായാണ് എന്ന് തെളിയിക്കുക. അതിനാലാണ് യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം മത്തായി രേഖപ്പെടുത്തുന്നത്. 2, ഈ മിശിഹ യഥാർത്ഥത്തിൽ ദാവീദിൻ്റെ പുത്രനാണ്, ദാവീദിൻ്റെ വംശത്തിൽ പിറന്നവനാണ് എന്ന് തെളിയിക്കുക. 3, അവനാണ് യഹോശുവ, അവനാണ് രക്ഷകൻ, പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും എന്നർത്ഥമുള്ള യഹോശുവ എന്ന് അവന് പേരിടണം. അതിൻ്റെ ചുരുക്കപ്പേരാണല്ലോ യേശു. 4, യേശുവിൻ്റെ പിതൃത്വം മാനുഷികമല്ല, ദൈവികമാണ് എന്ന് തെളിയിക്കുക. ഇവിടെ നാം പറയുമ്പോൾ സുവിശേഷത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ റോമൻ സംസ്കാരത്തിലും ഗ്രീക്ക് സംസ്കാരത്തിലും അർത്ഥ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഡെമി ഗോഡ്സ്, പകുതി ദൈവവും പകുതി മനുഷ്യരും. ഭാരതത്തിലും ഇതുപോലുള്ള ആശയങ്ങളുണ്ട്. അർത്ഥനാരീശ്വരൻ എന്നുള്ള ഒരു പ്രയോഗമുണ്ടല്ലോ. പകുതി നരനും പകുതി ദൈവവും.
എന്നാൽ ഇവിടെ മത്തായി സുവിശേഷകൻ പറയുന്നത് കർത്താവായ യേശു പകുതി ദൈവവും പകുതി മനുഷ്യനുമായിട്ടല്ല വന്നത്, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അടുത്തതായി അദ്ദേഹം ഇവിടെ സമർത്ഥിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കന്യകമറിയാം യഥാർത്ഥത്തിൽ കന്യക തന്നെയായിരുന്നു. യേശയ്യായുടെ 7:14 അത് നമുക്കറിയാം, അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആൽമ എന്നാണ്. ആൽമ എന്ന് പറഞ്ഞാൽ വിവാഹപ്രായമായ ഒരു പെൺകുട്ടി, യുവതി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷേ ഈ ഹീബ്രു ടെക്സ്റ്റ് സെപ്റ്റജിന്റിൽ അതിൻ്റെ ഗ്രീക്ക് വേർഷൻ ഉണ്ടാക്കിയപ്പോൾ അവർ ആൽമ എന്നുള്ള പദപ്രയോഗമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, എ പർത്തേനോസ് ദ വേർജിൻ എന്നുള്ള പ്രയോഗം തന്നെയാണ്. മത്തായി സുവിശേഷകനും അതേ വാക്കാണ്, സെപ്റ്റജിന്റിലെ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി പരിശുദ്ധ കന്യകമറിയാമിൽ ഉത്ഭുതമായ ഗർഭം പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് തെളിയിക്കുക. ഇത്രയും കാര്യങ്ങൾ വിശദീകരണം കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ യേശു യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ഉദ്ഘോഷിച്ച മിശിഹ തന്നെയാണ്. അവൻ ദാവീദിൻ്റെ വംശത്തിലാണ് പിറന്നത്, അവൻ രക്ഷകനാണ്, അവൻ്റെ പിതാവ് ദൈവം തന്നെയാണ്, പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് അവൻ്റെ ഉത്ഭവം, അവൻ്റെ അമ്മ യഥാർത്ഥത്തിൽ കന്യകയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ആരംഭത്തിൽ തന്നെ പ്രസ്താവിക്കുകയാണ്. രണ്ടാമതായി നാം ചിന്തിക്കുന്നത് കുടുംബ പ്രശ്നമായി ഇത് മാറി എന്നുള്ളതാണ്. ഈ കുടുംബ പ്രശ്നത്തെ, ഈ കുടുംബത്തിൻ്റെ വിധാതാക്കളായിരുന്ന യൗസേപ്പും മറിയവും എങ്ങനെ പരിഹരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരു പുതിയ കുടുംബം, ദമ്പതികൾ അവരെ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ വിവാഹം പൊട്ടിപ്പൊളിയുക. ഒരു പുതിയ വള്ളം നിർമ്മിച്ച് അല്ലെ ബോട്ട് നിർമ്മിച്ച് നീറ്റിലിറക്കുമ്പോൾ തന്നെ അത് മുങ്ങിപ്പോവുക. ഏതാണ്ട് അതുപോലുള്ള ഒരു അനുഭവമാണ് യൗസേപ്പിനും മറിയത്തിനും ഉണ്ടായത്. യേശു ജീവിച്ചിരുന്ന അവസരത്തിൽ നസ്രത്തിൻ്റെ പോപ്പുലേഷൻ എത്രയായിരുന്നു എന്ന് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ നസ്രത്തിലെ എല്ലാവരും അവരുടെ ജനസംഖ്യ 400-ൽ താഴെയായിരുന്നു എന്നൊരിടത്ത് കണ്ടു. ആ ഗ്രാമീണ അന്തരീക്ഷത്തിൽ എല്ലാവർക്കും എല്ലാവരെയും അറിയാം. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ ഒരു പരസ്പര വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഗ്രാമത്തിലെ സംസാര വിഷയമാണ്. പലർക്കും സ്വന്തം പ്രശ്നങ്ങളെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ തലയിടാനാണല്ലോ താല്പര്യം. അവരെ നമ്മൾ ഇംഗ്ലീഷിൽ സ്കാൻഡൽ മങ്ങേഴ്സ് എന്ന് വിളിക്കാറുണ്ട്, അപവാദ വ്യവസായം നടത്തുന്നവർ. യൗസേപ്പിൻ്റെ സമപ്രായക്കാർ കൂട്ടുകാർ തീർച്ചയായിട്ടും യൗസേപ്പിനെ കളിയാക്കി കാണും, അവനെ പ്രകോപിപ്പിച്ച് കാണും. നീ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ഒരുപക്ഷെ ചോദിച്ചു കാണും. അങ്ങനെ വലിയ മനോവിഷമത്തിൽ ആയ യൗസേപ്പ് 2 മാർഗം അദ്ദേഹത്തിന് സ്വീകരിക്കാമായിരുന്നു. ഒന്ന്,
നിയമത്തിൻ്റെ മാർഗം. നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാതിൽക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. പട്ടണത്തിലായിരുന്നിട്ടും സഹായത്തിന് വേണ്ടി നിലവിളിക്കാതിരുന്നാൽ അവളും അവൻ അയൽക്കാരൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനും വധിക്കപ്പെടണം. അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. ഇതായിരുന്നു നിയമം. യൗസേപ്പിന്, തൻ്റെ നീതിമാനായിരുന്ന യൗസേപ്പിന് നീതി നടത്താമായിരുന്നു. എന്നാൽ യൗസേപ്പ് എങ്ങനെ പ്രതികരിച്ചു? യൗസേപ്പിനെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ യൗസേപ്പ് നീതിമാനായിരുന്നു. 2, മറിയത്തെ അപമാനിതയാക്കുവാൻ അവന് ഇഷ്ടപ്പെട്ടില്ല. എന്തു ചെയ്യും? അവൻ പ്രാർത്ഥനയിൽ ഈ പ്രശ്നം ദൈവസന്നിധിയിൽ ഉന്നയിച്ച് കാണണം. അതുകൊണ്ടാണ് രാത്രിയിൽ ദൈവം ഒരു മാലാഖയെ അയച്ച് അവന് സംശയ നിവാരണം വരുത്തുന്നത്. കുടുംബജീവിതം അതും വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ച യൗസേപ്പ് ആ ജീവിതം തകർന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ നീറുന്ന ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചു. എന്നാൽ അവന് സംശയ നിവാരണം വരുത്തുവാൻ ദൈവം മാലാഖയെ അയച്ചു എന്ന് പറയുമ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു എന്നർത്ഥമാണ്. ഹോസിയ 6-ാം അധ്യായം 6-ാം വാക്യം: ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതേ വാക്യം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ പുരുഷന്മാരുമായിട്ടുള്ള തർക്കത്തിൻ്റെ സമയത്ത് യേശു പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി മനസ്സിലാക്കൂ. ദൈവം ആണ് നിയമം നൽകിയത്. പക്ഷേ ഈ നിയമത്തെ എങ്ങനെ ഹൃദയത്തിൻ്റെ കമ്പാഷൻ, അനുകമ്പയുമായി സമന്വയിപ്പിക്കാം എന്നാണ് യൗസേപ്പ് എന്ന ചെറുപ്പക്കാരൻ നമ്മളെ കാണിച്ച് തരുന്നത്. ദൈവത്തിൻ്റെ വെളിപാട് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ആശയരൂപത്തിലല്ല, ഒരു ഐഡിയലോ അല്ല. പിന്നെ ഏത് പാവപ്പെട്ട മനുഷ്യനും മനസ്സിലാകത്തക്കവണ്ണം ദൈവം തമ്പുരാൻ ഒരു പരേഡ് നടത്തുകയാണ്, മനുഷ്യരുടെ പരേഡ്. നാം ഒരിക്കൽ പറഞ്ഞു, ഈ രക്ഷാകര ചരിത്രം ഒരു നാടകമാണെങ്കിൽ നാടകവേദിയിൽ അരങ്ങേറുന്ന അഭിനേതാക്കളുണ്ട്. ഈ അഭിനേതാക്കളെ കൃത്യമായി സസൂക്ഷ്മം നിരീക്ഷിക്കുക. അവർ പറയുന്നത്, അവരുടെ നോട്ടം, അവരുടെ മനോഭാവം, അവരുടെ ശാരീരിക ഭാഷ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് ഒരു നാടകത്തിൽ. ഇവിടെ ക്രിസ്മസിന് അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ജന്മപ്പെരുന്നാളിന് നാം ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, യൗസേപ്പിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. 3 പ്രാവശ്യം മാലാഖ നേരിട്ട് യൗസേപ്പിന് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ സന്ദേശം നൽകുന്നുണ്ട്. ഒരു പ്രാവശ്യം
അവന് ഒരു ദർശനമുണ്ടായി എന്ന് മാത്രമേ പറയുന്നു. അങ്ങനെ 4 അറിയിപ്പുകൾ വിശുദ്ധ യൗസേപ്പിന് നൽകപ്പെടുന്നുണ്ട്. 3 മാലാഖമാർ മുഖേനയും 1 സ്വപ്നത്തിലൂടെ അല്ലെ ദർശനത്തിലൂടെയും. ഈ 4 സന്ദർഭങ്ങളിലും യൗസേപ്പ് ഒരക്ഷരം മിണ്ടുന്നില്ല. എന്നാൽ യൗസേപ്പ് എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. മാലാഖ പറഞ്ഞ ഓരോ കാര്യവും അണുവിട വ്യത്യാസമില്ലാതെ, ചോദ്യങ്ങളില്ലാതെ, പ്രതികരണങ്ങളില്ലാതെ അക്ഷരശ നിറവേറ്റുന്ന യൗസേപ്പിനെയാണ് നാം കാണുക. നീ നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉത്ഭൂതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ യൗസേപ്പ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. നീ അവനെ യേശു എന്ന് പേരിടണം. യേശു എന്ന് പേരിട്ടു. 3-ാമത്തെ ദർശനത്തിൽ മാലാഖ പറഞ്ഞു, നീ കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി ഉടനടി ഈജിപ്തിലേക്ക് പോവുക. ഈജിപ്തിലേക്ക് പോയി. പിന്നീട് ഈജിപ്തിൽ വീണ്ടും അറിയിപ്പുണ്ടായി, തിരിച്ച് ഇസ്രായേലിലേക്ക് പോയി. യൂദയായിൽ വന്നപ്പോഴാണ് ഹെറോദേസിന്റെ മകനായ അർക്കലാവസാണ് അവിടെ ഭരണം നടത്തുന്നത്. ഒരുപക്ഷെ പിതാവിനേക്കാൾ കൂടുതൽ ക്രൂരനായിരിക്കും എന്ന് പേടി വന്നതുകൊണ്ട് ഒരു ഡയറക്ഷൻ കിട്ടി, നേരെ ഗലീലയിലേക്ക് പോവുക. അവര് ഗലീലയിലേക്ക് പോയി. ഇവിടെ ഈജിപ്തിലേക്ക് പോകാനായിട്ട് മാലാഖയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയപ്പോൾ ഇവിടെ പറയുന്നു, രാത്രിയിൽ തന്നെ അവൻ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് സുദീർഘമായ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഞാൻ ഇൻ്റർനെറ്റിൽ കയറി നോക്കി എത്ര ദൂരമുണ്ട് ബേത്ലഹേമിൽ നിന്ന് യൗസേപ്പ് പോയി താമസിച്ചു എന്ന് പറയുന്ന കൈറോ പട്ടണത്തിലേക്ക്. ഇന്നത്തെ ദൂരമല്ലല്ലോ 2000 വർഷം മുമ്പിലത്തെ ദൂരം. ഇന്ന് ഹൈവേകൾ, നേരിട്ടുള്ള ഹൈവേകളുണ്ട്. എങ്കിലും ദേശം 420 കിലോമീറ്റർ ഉണ്ട്. ഏതാണ്ട് അവരുടെ സ്വന്തം പട്ടണമായ നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് ഏതാണ്ട് 145 കിലോമീറ്റർ. അവിടെ നിന്ന് 420 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള കൈറോ പട്ടണത്തിലേക്ക് രാത്രി തന്നെ യാത്ര പുറപ്പെട്ടു. നമ്മൾ മുമ്പ് ഒരവസരത്തിൽ മറിയം തിടുക്കത്തിൽ യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് പോയി. ഷീ വെന്റ് ഇൻ ഹേസ്റ്റ്. അവിടെ കന്യാമറിയാമിന് മാലാഖ മുഖേനയോ ദൈവത്തിൽ നിന്ന് നേരിട്ടോ ഒരറിയിപ്പ് കിട്ടിയിട്ടില്ല. എന്നാൽ ആന്തരികമായ അറിയിപ്പ് കിട്ടിക്കാണണം എന്ന് നമുക്ക് ന്യായമായി അനുമാനിക്കാം. ഇവിടെ അനുസരണത്തിൻ്റെ മാറ്റുകൂട്ടുന്നത് ഉടനടിയുള്ള അനുസരണമാണ്. യേശു മത്തായി 21-ാം അധ്യായത്തിൽ 2 പുത്രന്മാരുടെ ഉപമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 2 മക്കളെ വിളിച്ച് മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക എന്ന് പറയുന്നു. ഒന്നാമൻ പറയുന്നു, ഞാൻ പോകാം. പക്ഷെ അവൻ പോയില്ല. രണ്ടാമത്തവൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മനസ്തപിച്ച് അപ്പൻ പറഞ്ഞത് ധിക്കരിച്ചതിനെക്കുറിച്ച് അവന് മനസ്താപം വന്നു. കുറച്ച് കഴിഞ്ഞ് അവന് മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്തു. ഈ 2 ഓപ്ഷനേ ഉള്ളൂ ഈ സ്റ്റോറിയിൽ. മൂന്നാമതൊരു മകനൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക. പറയപ്പെടാത്തൊരു ഓപ്ഷൻ.
മൂന്നാമത്തെ മകനോട് മോനെ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ കൊട്ടയും കൈക്കോട്ടും ഒക്കെ എടുത്ത് അവൻ പോയി പകലന്തിയോളം ജോലി ചെയ്തു എന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. എല്ലാം ബൈബിളിൽ പറയണമെന്നില്ല. ഉദാഹരണമായിട്ട് പ്രീശൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്ന് യേശു പറയുമ്പോൾ പ്രീശൻ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. വിശുദ്ധ അംബ്രോസ് 340 മുതൽ 397 വരെ ജീവിച്ച മിലാനിലെ ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹം പാശ്ചാത്യ സഭയിലെ 4 സഭാപിതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സെന്റ് അംബ്രോസ്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ പലപ്പോഴും അത് ഉദ്ധരിക്കാറുണ്ട്. നേഷിത് താർദ മുളീമിന ഗ്രാഫിയ സ്പിരിത്തു സാന്തി. മലയാളത്തിൽ വൈകി വരുന്ന വീണ്ടും വിചാരത്തെ പരിശുദ്ധാത്മ കൃപ അംഗീകരിക്കുന്നില്ല. വൈകി വരുന്ന വീണ്ടും വിചാരത്തെ പരിശുദ്ധാത്മ കൃപ അംഗീകരിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിന് നാം ഒരുങ്ങുന്ന അവസരത്തിൽ നിശബ്ദനായ യൗസേപ്പിനെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരിക. നിശബ്ദൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അത് സൗമ്യൻ എന്നുള്ളൊരു വാക്കിൻ്റെ പര്യായമാണ്. സൗമ്യശീലർ ഭാഗ്യവാന്മാർ, ഇത് അഷ്ടഭാഗ്യങ്ങളിലെ ഒരു ഭാഗ്യമാണല്ലോ. കർത്താവായ യേശു മിശിഹ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തെങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. സുവിശേഷകന്മാരും വിശുദ്ധ പത്രോസും ഒക്കെ തൻ്റെ ലേഖനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ 53:7. പീഡിപ്പിക്കപ്പെട്ടിട്ടും ഉരിയാടിയില്ല. ഇത് യഥാർത്ഥത്തിൽ സൗമ്യനായ 40 വർഷം ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ നയിച്ച മോശ 2-3 പ്രാവശ്യം ദൈവത്തോട് കോപിക്കുന്നുണ്ട്. ദൈവം നേരിട്ട് കയ്യിൽ കൊടുത്ത കൽപ്പകൾ എറിഞ്ഞ് ഉടയ്ക്കുന്നുണ്ട്. അതുപോലെ ബാഹ്യമായ രീതിയിൽ പറഞ്ഞാൽ കോപിഷ്ഠനായ ഒരു മോശയാണ്. സംഗീത പുസ്തകത്തിൽ മോശയേക്കാൾ സൗമ്യനായി ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ലായിരുന്നു എന്ന് നാം വായിക്കുന്നത് സംഗീത പുസ്തകം 12-ാം അധ്യായം. അപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നതല്ല സൗമ്യത. കർത്താവ് തന്നെ അകാരണമായി മുഖത്തടിച്ച പട്ടാളക്കാരനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ അകാരണമായി നീ മർദ്ദിക്കുന്നത്? അങ്ങനെ ചോദിച്ചതേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം കർത്താവ് ഒരക്ഷരം ഉരിയാടാതെ സഹിച്ചു. ഇതുപോലെ അനുസരിക്കുന്നവനും നിശബ്ദനും സൗമ്യനും കുടുംബത്തിൻ്റെ സംരക്ഷകനും ഒക്കെ ആയിരുന്ന വിശുദ്ധ യൗസേപ്പിൻ്റെ ആ വലിയ മുഖം ദൈവത്തിൻ്റെ വചനം നമുക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. He obeyed the revelation of God either through angel or through dream when it was difficult. നമുക്ക്
അനുസരിക്കാൻ എളുപ്പമുള്ളത് നമ്മൾ പെട്ടെന്ന് അനുസരിക്കും. ഇവിടെ ഗർഭിണിയായ വേറൊരാളിൽ നിന്ന് ഗർഭിണിയായ ഭാര്യയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമല്ല ചെറുപ്പക്കാരെ സംബന്ധിച്ച്. ആൻഡ് ഹി ഒബേഡ് ഇൻസ്റ്റന്റ്ലി. വലിയ ചർച്ചകൾക്കോ വിവാദങ്ങൾക്കോ കാലവിളംബമോ ഒന്നും വരുത്താതെ ഇൻസ്റ്റന്റ്ലി രാത്രിയിൽ തന്നെ പുറപ്പെട്ടു. ജോസഫ് ഒബേഡ് ടോട്ടലി, സമ്പൂർണമായ ദൈവഹിതത്തോടുള്ള വിധേയത്വം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സ്വഭാവം മുൻകൂട്ടി വെളിപ്പെടുത്തുകയാണ് യൗസേപ്പ് എന്ന നടനിലൂടെ. ഇതൊരു നാട്യമായിരുന്നില്ല, അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയായിരുന്നു. ഈ ദൈവികമായ യേശുവിനടുത്ത സ്വഭാവം വെളിപ്പെടുത്തിയ ഈ യൗസേപ്പിൻ്റെ മനോഭാവമായിരിക്കട്ടെ ക്രിസ്മസിനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം. ഈ യൗസേപ്പിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുവാനുള്ള പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശം ചുരുക്കട്ടെ.